അല്ല, അതെ, മുഖ്യമന്ത്രി അത് സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ്, അത് ചാതുർവർണ്ണത്തിൻ്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിന് ചാർത്തി കൊടുക്കുകയാണ്. സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റിയാണ് സനാതന ധർമ്മത്തെ. അത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കൾച്ചറൽ ലെഗസിയാണത്, സാംസ്കാരിക പൈതൃകമാണ്. അദ്വൈതവും അതുപോലെ തത്വമസി എന്നുള്ള വാക്കും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും അതിൻ്റെ സാരാംശങ്ങളും എല്ലാം ഉള്ളതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അത് അന്വേഷിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് ആളുകളെല്ലാം വന്നത്. അത് നമ്മുടെ ഋഷി പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാം സംഘപരിവാറിന് ആണ് എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും കാവ്യ ഉടുക്കുന്നവരൊക്കെ RSS ആണെന്ന് പറയുന്ന പോലെയാണ്. ഇത് അവർക്ക് അവകാശപ്പെട്ടാണ് എന്ന് പറഞ്ഞ് മുഴുവനായി അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ്. സനാതന ധർമ്മത്തെയും ഹൈന്ദവ പാരമ്പര്യത്തേക്ക് എല്ലാ മതങ്ങളിലും ഉണ്ടായതുപോലെ പൗരോഹിത്യവും രാജഭരണവും ഭരണകൂടങ്ങളും എല്ലാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. വർണ്ണാശ്രമത്തിന് അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിന് അനുകൂലമായ നിലപാടൊന്നും അല്ലല്ലോ നമ്മുടേത്. ഗാന്ധി എന്താണ്? ഗാന്ധി സനാതന ധർമ്മത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. ഗുരുദേവൻ സനാതന ധർമ്മത്തിൻ്റെ അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞത്. അപ്പോൾ സനാതന ധർമ്മത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ സംഘപരിവാറിൻ്റെ ആണ് എന്ന് അവർക്ക് കൊടുക്കുന്നത് എന്താണ്? അതിനകത്തൊരു വർഗീയതയില്ല. സനാതന ധർമ്മത്തിൽ ഒരു വർഗീയ കാഴ്ചപ്പാടും ഒരു ചേരിതിരിവിൻ്റെ കാഴ്ചപ്പാടും പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവമാണ്. തെറ്റായ രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പണ്ട് പറയില്ലേ കാവ്യവൽക്കരണം, തെറ്റായ വാക്കാണ്. ശ്രീ AK ആന്റണി പണ്ട് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാവ്യ കൊടുത്തവരൊക്കെ RSSകാരാണ്. അങ്ങനെ ചന്ദനം തൊടുന്നവരല്ല RSSകാരാണ്. അമ്പലത്തിൽ പോകുന്നവർ എല്ലാവരും ഹിന്ദുക്കളെ മുഴുവൻ ആട്ടിത്തെളിച്ച് അവരുടെ തൊഴുതിക്കൊണ്ട് ആക്കുകയാണ് വേണ്ടത്? അല്ലല്ലോ. ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. ഞങ്ങൾ പൂർണ്ണമായി അതുമായിട്ട് സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗവൺമെൻറ്റിന് കുറേ കൂടി വ്യക്തത വരണം. ഉദ്യോഗസ്ഥ തലത്തിൽ കാര്യങ്ങൾ കുറേ കൂടി വേഗത്തിലാക്കണം. ഞങ്ങൾ ആ യോഗത്തിൽ ആവശ്യപ്പെട്ട് തന്നെ ഒരു ടൈം ഫ്രെയിം ഉണ്ടാകണമെന്ന്. ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു സമയത്തിൻ്റെ ഇത് വേണം. ആ സമയക്രമത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച ആ സമയത്ത് അത് തീർക്കണം. രണ്ടാമത്തെ പ്രശ്നം, വീട് വെച്ച് കൊടുത്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല അവിടെ. പ്രതിപക്ഷം മുന്നോട്ട് വെച്ചൊരു ആവശ്യം മൈക്രോ ലെവൽ ഫാമിലി പാക്കേജാണ്. അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, കുട്ടികൾ മാത്രമായ വീട് വെച്ച് കൊടുത്താൽ മതിയോ? ജീവിക്കണ്ടേ? ഇനി കുട്ടികളും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെട്ടു, പ്രായമായവർ മാത്രം. ഇനി വീട്ടിലെ ഏണിംഗ് മെമ്പർ, വരുമാനം ഉണ്ടാക്കുന്ന ആളില്ല, ബാക്കി കുടുംബം മാത്രം ബാക്കി, എങ്ങനെ ജീവിക്കും? അപ്പോൾ ഓരോ കുടുംബത്തിനും മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം. അവർക്ക് ജീവിക്കാൻ, അവർക്ക് വരുമാനം ഉണ്ടാകാൻ, അവരുടെ ഉപജീവനത്തിനുള്ള കാര്യം ഇതെല്ലാം ചെയ്യണം. പിന്നെ ഈ കാർഷിക മേഖലയായിരുന്നു അത് കുറേ ഭാഗം. ഇപ്പം നമ്മൾ വീടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്കൊരു കാലിത്തൊഴുത്തിന് പോലും സ്ഥലമില്ലാത്ത രീതിയിലാകരുത്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറേ കൂടി സ്ഥലം കൊടുക്കണം അവർക്ക്. വലിയ വീടിനേക്കാൾ പ്രധാനം കുറേ കൂടി സ്ഥലമാണ്. കാരണം ഈ കാർഷിക മേഖല നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കാർഷിക മേഖല വലിയ തകർച്ചയിലാണ്. അവർ പലരും ജീവിക്കുന്നത് പശുവിനെ കിടന്നിട്ട് പാൽ കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരു കാലിത്തൊഴുത്ത് പോലും കെട്ടാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ വരരുത്. നമ്മളവരെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വീട് നഷ്ടപ്പെട്ടവരെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് മാത്രമല്ല, അത് കുറേ കൂടെ വൈഡർ ആംഗിളിൽ, കുറേ കൂടെ വിശാലമായ കാഴ്ചപ്പാടിൽ അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളിലേക്ക് കടക്കണം എന്നുകൂടി ഞങ്ങൾ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാം. പക്ഷേ അതിനുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള പദ്ധതികളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ബെനഫിഷ്യറീസ്, അല്ല ഇത് ആരാണ് വിക്ടിംസ് യഥാർത്ഥത്തിൽ എന്നതിൻ്റെ ലിസ്റ്റ് കറക്റ്റല്ല. ഞാനത് വളരെ സങ്കടകരമായ കാര്യമാണ്. നമ്മൾ പിന്നെ ഇതിനോട് യോജിച്ച് പോകാൻ തീരുമാനിച്ചുകൊണ്ടാണ് പലതും പറയാത്തത്. അതായത് ഇതുവരെ രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, വീട് എടുത്തു പോയവർ ആളുകൾ കംപ്ലീറ്റ്, അതൊരു വിഭാഗം ആളുകൾ. അത് എത്ര പേരുണ്ട് അത് സർക്കാരിൻ്റെ കണക്കുണ്ടോ? ഇല്ല. രണ്ടാമത്, ഇനി അവിടെ പോയി വീടുണ്ട്, പക്ഷെ അവിടെ പോയി താമസിക്കാൻ പറ്റില്ല. കാരണം അപകടാവസ്ഥയിലാണ് ആ വീട് നിൽക്കുന്നത്. അവർക്ക് അവിടെ പോയി താമസിപ്പിക്കാൻ പറ്റില്ല. ആരും പോകരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോകാനും പറ്റില്ല, താമസിക്കാനും പറ്റില്ല. അവരെയും വേണം. അതെത്ര പേരുണ്ട്? അപ്പോൾ ഇത്രയും മാസമായിട്ട് അതൊന്നിൻ്റെ കൃത്യമായ കണക്കില്ല.
നേരത്തെ ഒരു കണക്ക് തയ്യാറാക്കിയപ്പോൾ ഇരട്ടിപ്പ് വന്നു 62 പേരുടെ ഇരട്ടിപ്പ്. ഇത് 5000 പേരും 10000 പേരുള്ള ലിസ്റ്റ് അല്ലല്ലോ തയ്യാറാക്കുന്നത്. 400 500 അല്ലെങ്കിൽ കൂടി വന്ന 600 പേരുള്ള ലിസ്റ്റല്ലേ തയ്യാറാക്കുന്നത്. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥരത് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരു മന്ദത ഉണ്ട്, പതിയാണ് പോകുന്നത്, സ്ലോ ആയിട്ടാണ് പോകുന്നത്. അത് വേഗത്തിലാക്കണം, സമയബന്ധിതമാക്കണം. കുറേ കൂടി വ്യക്തതയും സുതാര്യതയും ഈ കാര്യത്തിൽ വരണം. ഞങ്ങൾ പരമാവധി ഗവൺമെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്യും, സഹകരിക്കും. അവർ ഒരു ജനുവരി 15 ആകുമ്പോഴേക്കും ചെയ്യാമെന്നാണ് എൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മീറ്റിങ്ങിൽ പറഞ്ഞത്. 15-ാം തീയതി വരുമ്പോഴത്തേക്കും ഒരു വ്യക്തത വരുത്താമെന്ന്. പക്ഷെ ഇതുവരെ വ്യക്തത ഇല്ല എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമാണോ? ഇതുവരെ ആ ലിസ്റ്റ് പോലും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കയ്യിലൊക്കെ ലിസ്റ്റ് ഉണ്ട്, കറക്റ്റായിട്ട് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ പഞ്ചായത്ത് അധികൃതരായിട്ട് സംസാരിച്ചിട്ടില്ല. ഈ ഉദ്യോഗസ്ഥർ സംസാരിച്ചെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കണ്ടേ, ഇതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കണ്ടേ. ഗ്രാമപഞ്ചായത്തിൻ്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, ലോക്കൽ ബോർഡിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വേണ്ട രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ആക്കണം. നമുക്കില്ലെങ്കിൽ വളരെ മോശമാണ്.